നാളെ തിരുവോണം. അപ്പം ഇന്ന് രാത്രി അത്തയുടെ ചടങ്ങാണ്. അത്തയടക്കം എല്ലായിടത്തും ഇപ്പം അത്തത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എൻ്റെ വീട്ടിലും അത്തം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തയുടെ പൂ ഇപ്പം ഏകദേശം സമയം 7:30. 7:30 പൂ പെറുക്കും. 8-9 മണി അടുപ്പിച്ചാകുമ്പം അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ നോക്കി ഇട്ട് തുടങ്ങും. അപ്പം ഇപ്പം പൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൂവൊക്കെ എടുത്ത് പുറത്ത് നിന്നാണ് അത്തയിടുന്നത്. ഇവിടെ ഇത്രയാണ് അത്തയിടാൻ തീരുമാനിച്ചിരിക്കണം. പൂവൊക്കെ എടുത്ത് അവിടെ കുറച്ച് പൂ, അവിടെ പൂ, ബാക്കി പൂ ചാക്കിൽ ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞാൽ ഇപ്പോൾ പൂ എടുത്ത് 8 മണിക്ക് ഡിസൈൻ ചെയ്ത് രാത്രി ഇട്ട് തുടങ്ങും. എല്ലാം ചെയ്ത് ഇവിടെ വിളക്ക് കത്തിച്ചിരിക്കുകയാണ്. വിളക്കിൻ്റെ അവിടെയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെ തിരുവോണം സ്പെഷ്യൽ ഞാൻ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നും പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത്തം കാണാനുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഇടില്ല. അങ്ങനെയാണ്. എന്തായാലും ഈ വീഡിയോ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തോന്നുന്നു. ഇപ്പോൾ ഞാൻ അത്തപ്പൂക്കളും ഡിസൈൻ ചെയ്ത് പൂവിടുന്നതിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ ഇതെല്ലാം തീർന്നിട്ട് ഡിസൈൻ തുടങ്ങുമ്പോൾ നമുക്ക് ബ്ലോഗ് തുടങ്ങാം. ആദ്യം ഇപ്പോൾ പൂ ഇറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലോഗ് വീണ്ടും തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് പൂ ഇറുത്ത് തുടങ്ങിയത്. ഇത്രയും വെച്ചാണ് അത്തയിടാൻ തീരുമാനിച്ചിരിക്കണം. ഇവിടെ ആയിട്ട് വരും. ഇത് സെൻറ്റർ ഭാഗം ഇങ്ങോട്ട് നീളത്തിന് വരുന്നതാണ്. കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ആണ് ഇടുന്നത്. ഇവിടെ സെൻറ്റർ പിന്നെ ഇവിടെ നിന്ന് കറങ്ങി വരും. ഇത്രയും പൂ വെച്ചാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുക. അപ്പം നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുക അടുത്ത ബ്ലോഗ്. ഇവിടെ അത്തയിടൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡിസൈൻ, ചെറിയ ഒരു ഡിസൈൻ മനസ്സ് വെച്ചുകൊണ്ടാണ് ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പൂ എടുത്ത് കൊടുക്കലാണ് ജോലി. ഇപ്പം പൂ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അയ്യോ, ആദ്യം ഈ വെള്ളപ്പൂ വെച്ച് എന്തോരോ പരിപാടി. ആദ്യം ആ ജമന്തി വെച്ച് മണ്ടയിൽ കുറച്ച് ഡിസൈൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെള്ളം ഏറ്റവും മണ്ടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഡിസൈൻ വെച്ചിരിക്കുക. അതിനായിട്ട് നമുക്ക് വെള്ളപ്പൂ പിന്നെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ആദ്യം ഓറഞ്ച് ജമന്തി, പിന്നെ മഞ്ഞ ജമന്തി, പിന്നെ റോസ, പിന്നെ ഈ വെള്ളപ്പൂവിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. ഈ വെള്ളപ്പൂ വെച്ച് കറക്കി വരും. അങ്ങനത്തെ ഒരു ഡിസൈൻ പോലെയാണ് ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഫൈനൽ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇട്ടിട്ട് വരും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത്ത ഇട്ടുകൊണ്ടിരിക്കുക നമുക്ക് കാണാം. ഞാൻ അപ്പോൾ ഇവിടെ പൂവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂ അങ്ങനെ തിരിച്ച് എവിടെയൊക്കെ ഡിസൈൻ ചെയ്യണം ഞാനാണ് നോക്കണം. അപ്പം നമുക്ക് അങ്ങനെ അത്ത ഇടാം. ഒക്കെ എങ്ങനെ വയ്ക്കും അങ്ങനെ ഞാൻ എടുത്തു കൊടുക്കലാണ് എൻ്റെ ജോലി എനിക്ക് കിട്ടിയിട്ടുള്ള. അപ്പോൾ നമ്മളിനി അത്ത ഇട്ട് ഏകദേശം ഒരു ലുക്കാകുമ്പോൾ നേരത്തെ കണ്ട ലുക്ക് തന്നെ കുറച്ചും കൂടി ഒരു ചെറിയൊരു ലുക്കും കൂടി വരുമ്പോൾ അടുത്ത ഓണത്തിൻ്റെ കാണിക്കും. നമ്മളെ ബ്രൂണ വന്നിട്ടുണ്ട്. നമ്മൾ അത്തം നമ്മളിട്ടത് കാണാൻ വേണ്ടി. നമ്മളെ ബ്രൂണ ഓടി പോണു. ബ്രൂണ ഇങ്ങോട്ടൊക്കെ നമുക്ക് അത്തയിടണ്ടേ? അപ്പോൾ വരണം. ബ്രൂണ നമുക്ക് അത്തയിടണ്ടേടാ? കണ്ടോ അവിടെ നമ്മളാ ഇട്ടൊരു പരുവായി. അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഊഞ്ഞാലിൽ ഓണക്കോടി കെട്ടണം. ഊഞ്ഞാലിൽ ഓണക്കോടി കെട്ടണം. അപ്പം ഞാൻ ഓണക്കോടി എടുക്കാൻ വന്നതാണ് വീടിനകത്ത്.
2 വേണം, ഇപ്പോൾ 1 കിട്ടിയുള്ളൂ. നോക്കട്ടെ. അപ്പോൾ ഇവിടെ മഞ്ഞക്കോടി കിട്ടിയിട്ടുണ്ട്, 2 മഞ്ഞക്കോടി. അപ്പം നമുക്ക് മഞ്ഞക്കോടി ഊഞ്ഞാലിൽ കെട്ടാൻ പോവാം. മഞ്ഞക്കോടി. അപ്പോൾ ഇതാണ് ഊഞ്ഞാലിൻ്റെ മഞ്ഞക്കോടി വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. നമ്മൾ അത്തമൊക്കെ ഇട്ട് തിന്ന് നമ്മൾ വിചാരിച്ച് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇട്ടപ്പോൾ ഏകദേശം ആ സമയമായി. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വിചാരിച്ചപ്പം ഇട്ട് എല്ലാം കഴിഞ്ഞിങ്ങനെ നിന്നപ്പോൾ 9:14 ആയതേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക് അത്തത്തിൻ്റെ. ഇപ്പം കാണിച്ചു തരാം. അതിൻ്റെ കണ്ടോ, ഇതാണോ ഫൈനൽ ലുക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. എത്രത്തോളം ഫോണിൽ ക്ലിയർ ആയിട്ട് കാണുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഊഞ്ഞാല് ഇവിടെ ഒരു ഓണക്കൊടിയും വരും. ഇവിടെ മാത്രമേ കെട്ടിയുള്ളൂ, ഇനി കെട്ടാണ്ട്. ഇതാണ് നമ്മൾ ഓണത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇവിടെ ഹാപ്പി ഓണം, തിരുവോണം എന്നൊക്കെ എഴുതാറുണ്ട്. അത് ഏകദേശം നാളെ രാവിലെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിനെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നാളെ തന്നെയാവും, അതായത് തിരുവോണത്തിന്. പിന്നെ അതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് നാളെ തന്നെ ഇടുന്നതാണ് അത് തിരുവോണത്തിന്. അപ്പം ഞാൻ കണ്ട ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഹാപ്പി ഓണം. അതിനോടൊപ്പം എന്നെ ഹാപ്പി ആക്കാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.